ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മമ്മൂട്ടി ചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ചിരി തന്നെ ഉണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കാനുള്ളത്. കളങ്കാവലിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് അവർ സിനിമയുടെ അപ്ഡേറ്റ് ഇനി വരാൻ പോണു. അപ്പോൾ മമ്മൂട്ടി ചേട്ടൻ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സിനിമ വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനാണ്. അപ്പോൾ എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഒരു അടുത്തൊരു ഹിറ്റ് തന്നെ ആവട്ടെ. ഞാനും സിനിമയ്ക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ജോജി ജോർജിൻ്റെ ഒരു പുതിയ സിനിമയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഷാജി കൈലാസ് വീണ്ടും എത്തുകയാണ് ഒരു ആക്ഷൻ പടമായിട്ട്. സിനിമയുടെ പേര് വരവ് എന്നാണ്. അപ്പോൾ ജോജി ജോർജ് വരവ് നല്ല അടിപൊളി ആവട്ടെ. ഒരു പണി പോലത്തെ ഒരു അടാറ് വയലൻസും അത്യാവശ്യം നിറഞ്ഞൊക്കെ ആവട്ടെ. എന്തായാലും സിനിമയുടെ ഒരു ചെറിയ ഇത് പറയണത് റിവെഞ്ച് ഈസ് നോട്ട് എ ഡേർട്ടി ബിസിനസ് എന്നാണ്. അപ്പോൾ ഇനി അടുത്തത് മാരിസൻ്റെ ഒരു OTT അപ്ഡേറ്റ് ആണ്. അപ്പോൾ മാരിസൺ തിയേറ്ററിൽ അത്യാവശ്യം നല്ലൊരു പ്രതികരണം നേടി ഒരു ആവറേജ് ഹിറ്റായ സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഈ വരുന്ന നെറ്റ്ഫ്ലിക്സിൽ കൂടെ 22 ഓഗസ്റ്റ് ഇറങ്ങുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയപൂർവ്വം സിനിമയിലെ വെൺമതി എന്ന് പറയുന്ന പാട്ട് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു പാട്ടാണ്. അപ്പോൾ സിനിമ ഓണത്തിന് 28 ഇറങ്ങണതുകൊണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിത്തു ജോസഫ് സിനിമയാണ്. മിറേജ് എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ ഒരു ടീസർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആസിഫ് അലി, അപർണ ബാലമുരളിയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത് ജിത്തു ജോസഫിൻ്റെ ഒരു ഫസ്റ്റിലാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് സർപ്രൈസുകളൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ ആയിരിക്കും. ഇതുപോലത്തെ വാർത്തകളൊക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.